ഞങ്ങൾ നാട്ടിൽ നവംബറിൽ പോയിട്ട് പിന്നെ ഡിസംബറിൽ പോകാമെന്ന് വിചാരിച്ചപ്പോഴത്തേനും പനിയൊക്കെ വന്നതുകൊണ്ട് പിന്നെ പോകാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു മൂത്ത മോന് ഒരാഴ്ച ലീവ് കിട്ടി. അപ്പോൾ നമ്മൾ നാട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ പോകുന്ന വഴിക്ക് നമ്മൾ സാധാരണ കയറുന്നൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ കയറി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. എന്നിട്ട് പിന്നെ ഞങ്ങൾ കുറച്ചും കൂടി അങ്ങ് എത്തിയപ്പോൾ കഴിഞ്ഞാൽ നല്ല കോട, കൂർഗിൻ്റെ അകത്തൊക്കെ എത്തിയപ്പോഴത്തേനും നല്ല കോട വന്നിട്ട് വണ്ടി ഓടിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. നമ്മൾ ശരിക്കും ഹൈവേയിൽ തന്നെ കയറുമ്പോൾ തന്നെ നമുക്കൊരു മടുപ്പാണ്. കാരണം 100 കിലോമീറ്ററിന് മേലെ നമുക്ക് പോകാൻ പാടില്ല. അത് കഴിഞ്ഞ് പിന്നെ വരുമ്പോഴത്തേനും നല്ല കോടയായിട്ട് റോഡൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ചിങ്ങ് എത്തി കഴിഞ്ഞപ്പോഴത്തേനും നല്ല വെയിലൊക്കെ തെളിഞ്ഞ് നല്ല കാലാവസ്ഥയായിരുന്നു. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് മാറി മാറിയാണ് ഓടിച്ചു പോയത്. അപ്പം അതുകൊണ്ട് തന്നെ മടുപ്പൊന്നും തോന്നിയില്ല കേട്ടോ. പിന്നെ കുറേ ഇങ്ങെത്തി കഴിയുമ്പോഴത്തേനും പിന്നെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. മൈസൂർ, ഹുൻസൂർ അവിടെ വരെയൊക്കെ നല്ല തിരക്കായിരുന്നു. എനിക്കൊന്ന് കുടകിലേക്കായിരുന്നെന്ന് തോന്നുന്നു കൂടുതൽ ആൾക്കാർ. പിന്നെ നമുക്ക് നമ്മുടെ അങ്ങോട്ടേക്ക് വിരാജിപ്പേട്ടയ്ക്ക് അത് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ തിരക്കൊന്നും ഉണ്ടായിരുന്നു. വിരാജിപ്പേട്ട എന്നല്ല, അവിടെ ഒരു ഫോറസ്റ്റ് ഉണ്ട്. ആ ഫോറസ്റ്റ് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മളിതാ മാക്കൂട്ടം ചുരമൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോകുന്നതിൻ്റെ തൊട്ട് മുന്നുള്ള പുഴയാണ് കേട്ടോ ഇത്. കൂളിക്കടവ് പുഴ എന്നാണ് ഇതറിയപ്പെടുന്നത്. നല്ല വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ പുഴയിൽ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. പിന്നെ പൊതുവേ ഒരു നല്ല തണുപ്പുള്ള സമയമാണിപ്പോൾ. അതുകൊണ്ട് വലിയ ചൂടൊന്നും അനുഭവപ്പെട്ടില്ല. പിന്നെ വീട്ടിൽ ചെന്നപ്പോഴത്തേനും നമ്മുടെ വീട് പൂട്ടി കിടക്കുവാണ്. അപ്പം നമ്മൾ വരുന്ന സമയമൊക്കെ ആകുമ്പോഴത്തേനും മമ്മി വന്ന് അതൊക്കെ വൃത്തിയാക്കി തുടച്ചൊക്കെ ഇടാറുണ്ട്. അപ്പം നമ്മൾ വരുന്നതിന് മുന്നേ മമ്മിയും പപ്പയും കൂടെ അങ്ങോട്ട് വന്ന് അവർ ഉച്ചക്കത്തേക്ക് വേണ്ടല്ലോ ലഞ്ചൊക്കെ ഉണ്ടാക്കിയായിരുന്നു. അപ്പം ഞാൻ കുറച്ച് കറികളൊക്കെ കൊണ്ടുവന്നായിരുന്നു. മമ്മി ചക്കപ്പഴമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പപ്പടം, കുറേ നാളായി പപ്പടമൊക്കെ വറുത്ത് കൂട്ടിയിട്ട്. അപ്പോൾ പപ്പടവും മീൻ കറിയും, പിന്നെ ഞാൻ കൊണ്ടുവന്ന ചിക്കനും, ഞാനും കുറച്ച് മീൻ കൊണ്ടുവന്നായിരുന്നേ, പിന്നെ മോരുകറി എല്ലാം കൂട്ടി എല്ലാവരും കൂടെ ലഞ്ചൊക്കെ കഴിച്ചു. അപ്പം മമ്മി ഉണ്ടാക്കിയ ബീഫ് അലത്തിന് നല്ല ടേസ്റ്റാണെന്നും പറഞ്ഞ് അത് കുറച്ച് എല്ലാവരും വാങ്ങിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ബീഫിനോട് അത്ര വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ വലിയ കാര്യമായിട്ട് കഴിച്ചില്ല. പിന്നെ മമ്മിയും പപ്പയും പോയി കേട്ടോ വൈകുന്നേരം. അത് കഴിയുമ്പോഴത്തേനും നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് അപ്പുറത്തെ വീട്ടിലെ ഇലക്കത്തെ വീട്ടിലെ മരത്തിൻ്റെ കരികില മുഴുവൻ നമ്മുടെ വീട്ടിലോട്ടാണ് വീഴുന്നത്. ഞാനിതെല്ലാം അടിച്ചു വാരി അപ്പുറത്തെ പറമ്പിലോട്ട് തന്നെ തിരിച്ചിട്ടു. ഇപ്പോൾ ശരിക്കും അത്യാവശ്യം നല്ല മിറ്റമുണ്ട്. അടിച്ചടിച്ച് ഞാൻ മടുത്തു. എപ്പോഴും വരുമ്പോഴെല്ലാം അടിച്ച് വരുന്നത്. പിന്നെ വൈകുന്നേരം ചായയൊക്കെ കുടിച്ച് കറിവേപ്പില ഞാൻ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പോന്നപ്പോൾ എല്ലാം പൊട്ടിച്ച് വിട്ടതുകൊണ്ട് എല്ലാം നല്ല തളുത്ത് നിന്നിട്ടുണ്ടായിരുന്നേ. ചെത്തിയൊക്കെ നന്നായിട്ട് പിടിച്ചു. നല്ല പൊക്കം വയ്ക്കുന്ന ചെത്തിയാണിത്. അതുകൊണ്ടായി കറിവേപ്പിലൊക്കെ നന്നായിട്ട് തളുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പില പോകുമ്പോൾ പറിച്ചിട്ട് പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ ഒന്നും കൂടെ ഇനി വരുമ്പോൾ തളിർക്കും. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങി. മമ്മിയും പപ്പയും താമസിക്കുന്ന വീട് അവിടെ അടുത്ത് പോയി പിന്നെ തിരിച്ചു പോകും. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.